മുഖ്യമന്ത്രിയുടെ സനാതന ധർമ്മ പരാമർശത്തെ സജീവ ചർച്ചയാക്കാൻ ബി.ജെ.പി. മുഖ്യമന്ത്രിയെ പിന്തുണച്ച് കെ സുധാകരൻ, എതിർത്ത് വി.ഡി. സതീശൻ, പറഞ്ഞതിലുറച്ച് പിണറായി. ശിവഗിരിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞ, ഗുരുവിനെയും സനാതനധർമ്മത്തെയും ബന്ധപ്പെടുത്തി പറഞ്ഞ പരാമർശമാണ് ഇപ്പോൾ ബി.ജെ.പി. സജീവ ചർച്ചയാക്കാൻ പോകുന്നത്. അതായത് സനാതനധർമ്മത്തെ ഗുരു ഉടച്ചു വാർത്തു, സനാതനധർമ്മത്തിൻ്റെ വക്താവായി ഗുരുവിനെ സ്ഥാപിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തവും സുവ്യക്തവുമായ വാക്കുകളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അതിന് അദ്ദേഹം കൃത്യമായ കാരണങ്ങൾ സഹിതമാണ് ഈ കാര്യം പറഞ്ഞത്. സുബീഷേ, നമുക്ക് കുറച്ച് നാളായിട്ട് അറിയാം, അത് ശിവഗിരിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ അല്ലെങ്കിൽ ഗുരുവുമായി ബന്ധപ്പെട്ട പരിപാടികളിലെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുന്ന ഒരു വാക്കുകളാണ്, അല്ലെങ്കിൽ ആവർത്തിക്കുന്ന സംഭാഷണങ്ങളാണ് ഇത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അദ്ദേഹം എപ്പോഴും പറയും, ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കി മാറ്റാൻ ഇവിടെ ചിലർ ശ്രമിക്കുന്നു, അതിനെ യഥാർത്ഥ നാരായണീയർ എതിർക്കണം എന്ന് വ്യക്തമായി എപ്പോഴും പറയുന്ന ഒരാളാണ് പിണറായി വിജയൻ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ സനാതനധർമ്മവുമായി ബന്ധപ്പെടുത്തി ഗുരുവിൻ്റെ ആശയങ്ങളെ പറഞ്ഞത്. അതായത് ഗുരുവിൻ്റെ ആശയങ്ങൾ ഒരിക്കലും സനാതനധർമ്മവുമായി യോജിച്ചു പോകുന്നതല്ല, അതിനെല്ലാം ധിഖരിച്ചും എല്ലാം നിന്ന ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഗുരു എന്ന് പറയുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പരാമർശത്തെ ബി.ജെ.പി. സജീവ ചർച്ചയാക്കുന്നത്. നമുക്കറിയാം, ബി.ജെ.പിക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഒരുപാട് നാളായി ബി.ജെ.പി. ആഗ്രഹിക്കുന്നത് ഈ ഈഴവർ പൂർണ്ണമായി ഒപ്പം വരണം, അങ്ങനെ മാത്രമേ ഇവിടെ കേരളം പിടിക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയ ഒരു പാർട്ടിയാണ് ബി.ജെ.പി. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ സജീവ ചർച്ചയാക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം എന്ന് തോന്നുന്നു. എന്താണ് സുബീഷ് പറയാനുള്ളത്? അൻഷാദ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ബി.ജെ.പിക്ക് ഈഴവർ ഒരു വോട്ട് ബാങ്ക് മാത്രമായിരിക്കാം, CPM-ൻ്റേത് മാത്രമായ ഒരു വോട്ട് ബാങ്ക് ആയിരുന്നു ഈഴവ സമുദായം എന്നുള്ളത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലേക്ക് പോയാൽ, തൃശ്ശൂരിൽ നിന്നും വടക്കോട്ട് പോയാൽ അത്തരം താല്പര്യങ്ങളൊക്കെ ജാതി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാമുദായിക സംഘടനകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതൊന്നുമായിരുന്നില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ താല്പര്യം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ഒന്ന്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ശ്രീനാരായണ ഗുരുവിൻ്റെ വേർപാടിന് ഒരു നൂറ്റാണ്ട് തികയുകയാണ്. 100 വർഷങ്ങൾക്ക് ഇപ്പുറവും ആ മനുഷ്യൻ്റെ പേരും ആ മനുഷ്യൻ മുന്നോട്ട് വെച്ച വിശ്വമാനവികത എന്ന ദർശനവും ഇന്നും ഒരു സജീവ വിഷയമായി സമൂഹ മണ്ഡലത്തിൽ നിൽക്കുന്നു. അതേക്കുറിച്ചുള്ള ചർച്ചകൾ വ്യത്യസ്ത തലങ്ങളിൽ തുടരുന്നു എന്നുള്ളത് വളരെ കാര്യമാണ്. ഏത് തലത്തിലായാലും, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അതൊരു നിസാര കാര്യമല്ല. ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഈ ആഴ്ച പുറത്തിറങ്ങിയ ഗുരുത്വം എന്ന് പേരിട്ട ഗുരു പതിപ്പാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ലേഖനം ഗുരു എന്ന ക്ലാസിക് എന്നാണ് ആ ലേഖനത്തിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ക്ലാസിക് സിനിമകൾ എന്ന് നമ്മൾ പറയാറുണ്ട്, ക്ലാസിക് പുസ്തകങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ചില പുസ്തകങ്ങൾ ക്ലാസിക്കാണ്. ഇപ്പോൾ മലയാള നോവൽ സാഹിത്യത്തിലെ ക്ലാസിക്കാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയാറുണ്ട്. ചില സിനിമകളെക്കുറിച്ച് നമ്മളങ്ങനെ പറയാറുണ്ട്, പക്ഷേ വ്യക്തികളെക്കുറിച്ച് അങ്ങനെ പറയാറില്ല. പക്ഷേ ഇതിൽ പറയുന്നത് നാരായണ ഗുരു വ്യക്തികളിലെ ക്ലാസിക്കാണ് എന്നാണ്. കാരണം ഈ പറഞ്ഞ കാരണം തന്നെയാണ്. കാരണം 100 വർഷങ്ങൾക്ക് ശേഷവും നാരായണ ഗുരുവിനെക്കുറിച്ച്, നാരായണ ഗുരുവിൻ്റെ സാഹിത്യത്തെക്കുറിച്ച്, നാരായണ ഗുരുവിൻ്റെ ദാർശനികതയെക്കുറിച്ച്, നാരായണ ഗുരുവിൻ്റെ ആശയ പ്രപഞ്ചത്തെക്കുറിച്ച് ഇന്നും നമ്മൾ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യം 100 വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ ആലുവയിൽ സർവമത സമ്മേളനം ചേരുന്നത്. ഇതിപ്പോൾ ആ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികം ആണ്. ആ 100ാം വാർഷികം ലോകമെമ്പാടും പല രീതിയിൽ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സർവത്ര സാഹോദര്യം എന്നുള്ളതായിരുന്നു ആലുവയിൽ അന്ന് ചേർന്ന സർവമത സമ്മേളനം മുന്നോട്ട് വെച്ച വിളംബര സന്ദേശം. അന്ന് ഗുരു പ്രത്യേകം പറഞ്ഞത് ഇത് വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് എന്നായിരുന്നു. ഇന്നിപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ പോലും ഈ ആലുവയിൽ ചേർന്ന സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം
ആരായിരുന്നു വിശ്വഗുരു എന്നുള്ളത്. ഇന്നിപ്പോൾ പല വിശ്വഗുരു പതിപ്പുകളും ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അവരൊന്നും ആയിരുന്നില്ല വിശ്വഗുരു എന്നുള്ളത്. വിശ്വഗുരു, ലോകത്തിൻ്റെ ഗുരുവായിട്ട് വർത്തിച്ച ഒരേ ഒരാൾ കേരളത്തിൽ നിന്നും ഉണ്ടായിരുന്നത് ശ്രീനാരായണ ഗുരു മാത്രമായിരുന്നു. ഞാൻ നേരത്തെ ഈ മാതൃഭൂമിയുടെ പതിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ ചില വരികൾ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് വായിക്കാം. നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ന് പലരും നാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ പ്രേക്ഷകരുടെ അറിവിലേക്ക് കൂടി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് എന്ന് തോന്നുന്നു. കാരണം ഗുരു തന്നെ ഒരു പ്രകാശമാണ്. ആ പ്രകാശത്തെ നോക്കിക്കണ്ട പലരുമുണ്ട്. അവർ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞ, ഗുരുവുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ, ഗുരു തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ, അത് പ്രേക്ഷകരുടെ അറിവിലേക്ക് പങ്കുവയ്ക്കുക എന്നുള്ളത് കൂടി ഈ ശതാബ്ദിയെ ഉദീപ്തമാക്കാൻ അല്ലെങ്കിൽ അനശ്വരമാക്കാൻ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വൈക്കം സത്യാഗ്രഹ കാലത്ത് SNDP യോഗത്തിൻ്റെ നേതാവായിരുന്ന KM കേശവൻ, അദ്ദേഹം ഗുരുവിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ സത്യാഗ്രഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ KM കേശവൻ ഗുരുവിനെ അറിയിക്കുന്നുണ്ട്. അവിടെ നടന്ന മിശ്ര ഭോജനത്തെക്കുറിച്ചും KM കേശവൻ ഗുരുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ KM കേശവൻ ഇങ്ങനെയാണ് പറയുന്നത്: അരി വയ്ക്കുന്നതും വിളമ്പുന്നതും എല്ലാ ജാതിക്കാരും ചേർന്നാണ്. കറിക്ക് അരയ്ക്കുന്നത് ഈഴവത്തിയാണെങ്കിൽ, അപ്പോൾ KM കേശവൻ പറയുന്നത് അവിടെ എല്ലാ ജാതിക്കാരും ഒന്നിച്ച് ഉണ്ട്, സമത്വമുണ്ട്, ജാതി ഭേദം മതദ്വേഷം അതൊന്നുമില്ല, അവിടെ ഉച്ചനീചത്വം, എല്ലാവരും ഒന്നിച്ചാണ് എല്ലാവരും ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ടാണ് KM കേശവൻ പറയുന്നു. അതെ അതെ അതെ, അത് പറയുന്നത് ഇങ്ങനെയാണ്: അരി വെക്കുന്നതും വിളമ്പുന്നതും എല്ലാ ജാതിക്കാരും ചേർന്നാണ്. കറിക്ക് അരയ്ക്കുന്നത് ഈഴവത്തിയാണെങ്കിൽ വെക്കുന്നത് നായരാണ്. കറിക്ക് നുറുക്കുന്നത് പുലയനും നമ്പൂരിയും കൂടിയാണ്. ഉണ്ണുന്നത് നാനാജാതിക്കാർ ഒരേ നിലയിൽ ഇരുന്നും. അങ്ങനെ ആവേശത്തോടെ കേശവനത് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഗുരു സ്വതസിദ്ധമായ ശൈലിയിൽ ഇவ்விധം കേശവനെ ഒന്ന് തിരുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ കേശവനെ തിരുത്തിക്കൊണ്ട് ഗുരു പറയുന്നത് ഇങ്ങനെയാണ്: അതിൽ പല ജാതിയില്ലല്ലോ, മനുഷ്യൻ എന്ന ഒരു ജാതിയല്ലേ ഉള്ളൂ. കേശവൻ പറയുന്ന പോലെ അതിൽ പല ജാതിയൊന്നുമില്ലല്ലോ, മനുഷ്യൻ എന്ന ഒറ്റ ജാതിയല്ലേ ഉള്ളൂ എന്നാണ്. അപ്പോൾ കാലങ്ങളായിട്ട് ഈ ചാതുർവർണ്ണ്യം, സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ പല തട്ടുകളിലാക്കി വേർതിരിച്ച് നിർത്തിയ ആ ഒരു ജാതീയമായ മുഴുവൻ വേർതിരിവുകളെയും തച്ചുടച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ഇത് പറയുന്നത്. വേറെയും പിന്നെ പ്രസിദ്ധമായ ചില ഗുരുവാക്യങ്ങൾ: മനുഷ്യൻ കെട്ടുപോയാൽ ലോകത്ത് സുഖമുണ്ടായിട്ട് എന്ത് പ്രയോജനം. മനുഷ്യൻ എന്നുള്ളതാണ് അവിടെ ഗുരു എടുത്തു പറയുന്നത്. ജാതി മനുഷ്യനെ കെടുത്തിക്കളയുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനാണ് നമ്മൾ ദിനേന പറയുന്ന ഒരു ഗുരുവാക്യം. മനുഷ്യരൊക്കെയും ഒരു ജാതി, അതാണ് നമ്മുടെ മതം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, അതും നമ്മളെപ്പോഴും ഉദാഹരിക്കുന്ന ഒന്നാണ്. മതസാഹിത്യം എങ്ങനെയായിരുന്നാലും മനുഷ്യൻ ദുഷിച്ചാൽ ഫലമില്ല. മനുഷ്യനെ സേവിക്കുന്നതിലൂടെ മാത്രമേ ഈശ്വരനെ പൂജിക്കാൻ കഴിയൂ. അപ്പോൾ ഇവിടെ ജാതിക്കും മതത്തിനുമൊന്നും ഒരു സ്ഥാനവും ഗുരു നൽകുന്നില്ല. അവിടെ വിശ്വമാനവികത എന്ന ആശയത്തിന് മാത്രമാണ് ഗുരു ഊന്നൽ നൽകുന്നത്. അതിനാണ് ഗുരു പ്രാധാന്യം നൽകുന്നത്. ഒരു ശ്ലോകം കൂടി വായിക്കാം: നരജാതിയിൽ നിന്നത്രേ പിറന്നീടുന്നു വിപ്രനും, പറയൻ താനും എന്തുള്ളതന്തരം നരജാതിയിൽ എന്ന ശ്ലോകത്തിലൂടെ ഉച്ചനീചത്വങ്ങളില്ലാത്ത സാർവലൗകികമായ മാനുഷികത എന്ന ആശയം ഇടുത്തി പോലെ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിലേക്ക് പ്രസരിപ്പിച്ച ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് 100 വർഷങ്ങൾക്ക് ഇപ്പുറവും പറയാൻ നമുക്ക് മടിക്കേണ്ട കാര്യമില്ല. അത് PK ബാലകൃഷ്ണൻ്റെ ഒരു നിരീക്ഷണമുണ്ട്. PK ബാലകൃഷ്ണൻ പറയുന്നത് 1500 വർഷത്തെ ബ്രാഹ്മണാധിപത്യത്തിൻ്റെ വാഴ്ച പൊട്ടിത്തെറിച്ചപ്പോഴുണ്ടായ ആരവമാണ് നാരായണ ഗുരു എന്നാണ്. ഇതിൽ പരം എന്താണ് പറയാനുള്ളത്? അപ്പോൾ വി മുരളീധരൻ അടക്കമുള്ളവരുടെ എല്ലാ സംശയങ്ങളും ഇതോടുകൂടി ഗുരു തന്നെ തീർത്തു കൊടുക്കുകയാണ്. ഗുരുവാക്യങ്ങളിലൂടെ 100 വർഷങ്ങൾക്കിപ്പുറം ഗുരു തന്നെ തീർത്തു കൊടുക്കുകയാണ്. താൻ ഒരു സനാതന ധർമ്മത്തിൻ്റെയും വക്താവല്ല, താൻ ഒരു ചാതുർവർണ്ണ്യത്തിൻ്റെയും പ്രയോക്താവല്ല. നിങ്ങളുടെ ഹിന്ദുത്വ എൻ്റെ അയലത്തു കൂടി പോകുന്ന ഒന്നല്ല, ഞാൻ അതിൻ്റെ ആളല്ല എന്ന് ഗുരു 100 വർഷങ്ങൾക്കിപ്പുറവും പറഞ്ഞു വയ്ക്കുകയാണ്. പിന്നെ എന്താണ് പിണറായി വിജയൻ പറഞ്ഞതിൽ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം
നമ്മൾ ഭീകരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അൻഷാദെ. ഈ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള വാക്യം തന്നെ ശ്രദ്ധേയമാണ്. കാരണം ഇതിലെല്ലാം ഉണ്ടല്ലോ, ലോകത്തിൻ്റെ മുഴുവൻ സുഖവുമാണ് ഹിന്ദു മതം ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും ഹിന്ദു മതത്തിലേക്ക് വരൂ. എത്ര മധുര മനോജ്ഞമായ വാക്യമാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഇത് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, ഇതിനപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിച്ചിട്ടില്ല. അതിനപ്പുറത്തേക്കുള്ള സഞ്ചാരമാണ് ഇന്നലെ പിണറായി വിജയൻ ശിവഗിരിയിൽ നടത്തിയത്. ഇതിന് തൊട്ട് മുൻപുള്ള വരി മാത്രമാണ് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത്. ആ ശ്ലോകം ഇങ്ങനെയാണ്: സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണഭ്യേ ശുഭമസ്തു നിത്യം ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഇത്രയുള്ളൂ കാര്യം. കാരണം ബ്രാഹ്മണാധിപത്യം, ബ്രാഹ്മണൻ്റെ ഹിതമാണ് ഇത് എഴുതപ്പെട്ട കാലത്ത്. ഇപ്പോൾ മഹാഭാരതമായാലും രാമായണമായാലും ഒക്കെ അത് എഴുതപ്പെട്ട കാലത്ത് ഫിക്ഷനാണ്. എഴുതപ്പെട്ട കാലത്തിൻ്റെ സാമൂഹ്യ മണ്ഡലം എന്താണ്, സാമൂഹ്യ അന്തരീക്ഷം എന്താണ്, അതിനെ മാത്രമാണ് അത് ഒരു പ്രതിപാദ്യ വിഷയമാക്കി സ്വീകരിക്കുന്നത്. ഇതൊക്കെ ഫിക്ഷനാണല്ലോ, ഫിക്ഷനാണത്, സങ്കല്പ സൃഷ്ടിയാണ്. അപ്പോൾ അതിലേക്ക് സ്വീകരിക്കുന്നത് അന്നത്തെ ഒരു സാമൂഹ്യ മണ്ഡലവും അന്നത്തെ സാമൂഹിക അന്തരീക്ഷവുമാണ്. അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറയുന്നത് ബ്രാഹ്മണൻ്റെ ഹിതത്തിനാണ് പ്രാധാന്യം. രാജവാഴ്ചയാണ്. രാജാവ് പോലും കൽപ്പിക്കുന്നത് ബ്രാഹ്മണൻ എന്താണോ ഹിതം, ബ്രാഹ്മണൻ്റെ ഇഷ്ടം എന്താണോ അതാണ് രാജ്യത്ത് നടക്കുക. അതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ബ്രാഹ്മണൻ്റെ ഹിതം, ബ്രാഹ്മണന് സുഖമായാൽ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ഗോവിനും ബ്രാഹ്മണനും, ബ്രാഹ്മണൻ മാംസാഹാരിയല്ല. അപ്പോൾ ബ്രാഹ്മണനെ നിലനിർത്തുന്നത് പശുവിൻ്റെ പാല്, തൈര്, നെയ്യ്, വെണ്ണ ഇതൊക്കെയാണ്. അപ്പോൾ ബ്രാഹ്മണൻ നിലനിൽക്കണമെങ്കിൽ പശു വേണം. അപ്പോൾ ബ്രാഹ്മണന് സൗഖ്യമുണ്ടാകണമെങ്കിൽ പശുവിനും സൗഖ്യമുണ്ടാകണം. ബ്രാഹ്മണനും പശുവിനും സൗഖ്യമുണ്ടായാൽ ലോകത്തിന് മുഴുവൻ സുഖമായി. പിന്നെ ശൂദ്രന് സൗഖ്യമുണ്ടാവണം എന്നില്ല, വൈശ്യന് സൗഖ്യമുണ്ടാവണം എന്നില്ല. ബ്രാഹ്മണന് സൗഖ്യമുണ്ടാവണമെങ്കിൽ പശു ജീവനോടെ ഉണ്ടാവണം. കാരണം ബ്രാഹ്മണന് പാലും തൈരും വെണ്ണയും ഒക്കെ കിട്ടണം. അപ്പോൾ ബ്രാഹ്മണനും പശുവിനും സൗഖ്യമുണ്ടെങ്കിൽ ലോകത്തിന് മുഴുവൻ സുഖമായി എന്നാണ്. എത്ര മനോഹരമായാണ് ഈ ചാതുർവർണ്ണ വ്യവസ്ഥയെ ഈ വരികളിൽ ആവാഹിച്ച് കുടിയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം അത് നമ്മൾ കേൾക്കുന്നില്ല, കേട്ടിട്ടില്ല. അത് ബോധപൂർവം നമ്മൾ വിസ്മരിച്ചു. നമ്മളിൽ നിന്നും ആരൊക്കെയോ അത് അതിവിദഗ്ധമായി മറച്ചു വെച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഇന്നലെ തുറന്നു വിട്ടു ശിവഗിരിയിൽ. അദ്ദേഹം പറഞ്ഞു, ഗോവിനും ബ്രാഹ്മണനും അല്ല, ബാക്കി എല്ലാവർക്കും സൗഖ്യം കിട്ടേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരു ഗോരക്ഷയും ബ്രാഹ്മണ സൗഖ്യവും മാത്രം സ്വപ്നം കണ്ട് ജീവിച്ച ഒരു ഗുരുവല്ല അദ്ദേഹം. ഈ ജാതീയമായ വേർതിരിവുകൾക്കെല്ലാം അപ്പുറത്തായിരുന്നു. നിങ്ങൾ സ്വപ്നം കാണുന്ന സനാതന ധർമ്മ പ്രയോക്താവല്ല, നിങ്ങൾക്ക് ഗുരുവിനെ കിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വന്ന് പറഞ്ഞപ്പോഴാണ് വി മുരളീധരൻ അടക്കമുള്ളവർ ഇപ്പോൾ വിരളി. അതിനു മുമ്പ് വി മുരളീധരൻ പറഞ്ഞു ഗുരുവിൻ്റെ ആശയങ്ങളുടെ അടിസ്ഥാനം സനാതന ധർമ്മമാണെന്ന്. സുബീഷ്, ഞാൻ പല ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചയുടെ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് പല ലേഖനങ്ങളും നോക്കുമ്പോൾ ഈ കേരള കൗമുദി ഉൾപ്പെടെയുള്ള അതായത് ഈഴവരുമായി അടുത്ത് നിൽക്കുന്ന ഒരു പത്രമായ കേരള കൗമുദി ഉൾപ്പെടെയുള്ള പത്രങ്ങളിലെല്ലാം ഈ സനാതനധർമ്മത്തെ ഗുരുവുമായി വളരെ ബുദ്ധിപൂർവം ബന്ധിപ്പിച്ചിരിക്കുന്നത് കാണാനിടയായി. അതിലൊക്കെ അതായത് ഗുരുവിൻ്റെ എല്ലാ ആശയങ്ങളും സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ഒരു ലേഖകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു ലേഖകൻ എഴുതി വെച്ചിരിക്കുന്നത്. അൻഷാദ് തുടർന്ന് പറഞ്ഞോളൂ. പക്ഷേ എൻ്റെ ഒരു കമൻ്റ് എന്ന് പറയുന്നത് സനാതന ധർമ്മത്തെക്കുറിച്ച് ഇപ്പോൾ വി മുരളീധരൻ സംസാരിക്കുന്നു, വി ഡി സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. സനാതന ധർമ്മം വിവരിച്ചുകൊണ്ട് ഒരുപാട് ആർട്ടിക്കിൾസ് ഇപ്പോൾ നമ്മൾ ഇന്ന് അൻഷാദ് പരതിപ്പോയതുപോലെ നമ്മളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നു. ഇതിലൊക്കെ എന്നാൽ എന്താണ് സനാതന ധർമ്മം അത് പറയുന്നില്ലല്ലോ. അതിനെക്കുറിച്ച് ഏതെങ്കിലും ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞോ, വി മുരളീധരൻ പറഞ്ഞോ, പി കെ കൃഷ്ണദാസ് പറഞ്ഞോ? അത് പറയുന്നില്ല. അതിനെക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല എന്നുള്ളതാണ് കൗതുകം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താണ് വിവാദം? പിണറായി വിജയൻ ഹിന്ദുക്കളെ അപമാനിച്ചു, പിണറായി വിജയൻ മഹാഭാരതത്തെ അപമാനിച്ചു, ശ്രീനാരായണ ഗുരുവിനെ അപമാനിച്ചു. ഇതാണ് ഇപ്പോൾ വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്ന പ്രശ്നം. അതായത് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു നിർത്തി, എവിടെ പറഞ്ഞു നിർത്തിയോ അവിടെ നിന്ന് പിണറായി വിജയൻ തുടങ്ങി എന്നാണ് വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മഹാഭാരതത്തെ അപമാനിച്ചു എന്ന് പറയുന്നത്, മഹാഭാരതം മുന്നോട്ട് വയ്ക്കുന്നത് ധർമ്മത്തെക്കുറിച്ചുള്ള സന്ദേഹമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ ആ രീതിയിൽ ഒക്കെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്കറിയാം സുബീഷേ, ഈഴവ വോട്ടുകൾ പിടിക്കാനുള്ള
ശ്രമം BJP വളരെ കാലമായി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. അതിൻ്റെ ഭാഗമാണ് BDJSൻ്റെ രൂപീകരണം, SNDPയൊക്കെ കൂടെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ ഈ ഈഴവ വോട്ടുകൾ പിടിക്കാനുള്ള ശ്രമം തന്നെയാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ മാത്രം കൂടെ കൂട്ടിയാൽ ഈഴവർ വരില്ല എന്ന് ഒരു ഘട്ടത്തിൽ BJPക്ക് മനസ്സിലായി. അപ്പോഴാണ് ഈ BDJSൻ്റെ പ്രാധാന്യം കുറഞ്ഞത്. ഒപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് BDJSൻ്റെ ഭാഗമായി BJP NDA മുന്നണിയിലേക്ക് വന്ന പലരും ഈ BDJSൽ നിന്ന് തന്നെ മാറി BJP ആവുന്ന കാഴ്ച എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവർ BDJSൽ വന്ന് BJP ആവുന്നതാണ് പിന്നീട് കണ്ടത്. അപ്പോൾ ആ രീതിയിൽ BJP ഒരു സ്വാധീനം ഈഴവർക്കിടയിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും വലിയ രീതിയിലുള്ള സ്വാധീന മേഖലയാണ് ഈഴവ വോട്ടുകൾ. ആ ഈഴവ വോട്ടുകൾക്കിടയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം BJP കുറച്ചു കാലമായി അവരുടെ ഒരു മൈക്രോ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ ഈ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവിനെയും പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഇവിടെ നേരത്തെ സുബീഷ് പറഞ്ഞതുപോലെ അവർ തുറന്നു വിട്ട ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളുടെ മുകളിലാണ് ഇവിടെ CPM പോലുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു അടിസ്ഥാനം ഇരിക്കുന്നതെന്ന് വേണം നമുക്ക് കേരളത്തെ വിലയിരുത്താൻ. അതുകൊണ്ട് തന്നെ ഈ ആശയങ്ങൾ ഇവരെല്ലാം തുറന്നുവിട്ട ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ ആശയങ്ങൾ സനാതനധർമ്മവുമായി ബന്ധപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈഴവ വികാരങ്ങളിലൂടെ അത് കടന്നു ചെല്ലുകയും അതുവഴി BJPക്ക് സ്വാധീനമുണ്ടാക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇവിടെ കഴിഞ്ഞ കുറച്ച് കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ സനാതനധർമ്മത്തെ ഗുരുവുമായി ബന്ധപ്പെടുത്തും, ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കി മാറ്റും, എല്ലാം മതങ്ങളും ഒരുപോലെയാണ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഒരു മതം, മനുഷ്യന് ഒരു മതം മതി, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സുഖം അല്ലെങ്കിൽ മനുഷ്യൻ്റെ സന്തോഷമാണ് വലുത് എന്ന് പറഞ്ഞ ഗുരുവിനെ ഹിന്ദുത്വയിലേക്ക്, അതായത് BJPയുടെ ഹിന്ദുത്വയിലേക്ക് കൊണ്ടു കെട്ടാനുള്ള ശ്രമം ഇനിയും അവർ തുടരുമെന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. നമുക്കറിയാം ഈ ശിവഗിരിയുമായി ബന്ധപ്പെട്ട് AK ആൻ്റണി സർക്കാരിൻ്റെ കാലത്തുണ്ടായ പോലീസ് നടപടിയെപ്പോലും പല രീതിയിൽ വ്യാഖ്യാനിച്ച് അത് CPMൻ്റെയും ഇടതുപക്ഷ പാർട്ടികളുടെയും തലയിലേക്ക് കൊണ്ടുവയ്ക്കാനുള്ള ശ്രമങ്ങൾ പോലും ഈ ഘട്ടത്തിൽ, അതായത് പല ഈഴവ കുടുംബങ്ങളിൽ പോയി BJP നേതാക്കൾ നടത്തുന്ന ചില പരാമർശങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെടുത്തിയാണ്. അതായത് ഇങ്ങനെ വ്യാപകമായി അവർക്കറിയാം ഈഴവ വോട്ടുകൾ പിടിച്ചാൽ BJPക്ക് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളെ വി മുരളീധരൻ ഏറ്റെടുക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഇവിടെ കേരളത്തിൽ BJP എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒരു ഭാഗത്ത് കേരളത്തിനുള്ള സഹായങ്ങളെ തടയുക, കേന്ദ്ര സഹായങ്ങളെ തടയുക, കേരളത്തെ ശത്രുവിനെ പോലെ കാണുക, കേരളം മൊത്തം മിനി പാകിസ്ഥാനാണെന്ന് ഒരു സൈഡിൽ നിന്ന് വിളിക്കുക, മറുഭാഗത്ത് ഇവിടെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെ എല്ലാം സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ, അതാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല പ്രശ്നങ്ങളുടെയൊക്കെ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം വെച്ചിട്ടാണ് BJP ഇവിടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഈ പ്രസ്താവനയെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് എന്ന് പറയാം. പക്ഷേ ശക്തവും വ്യക്തവുമായിട്ടല്ലേ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സുബീഷ് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഈ ഇടയ്ക്ക് നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പ്രസംഗം, അതായത് ഒരുപക്ഷെ ഇന്നത്തെ കാലം ആഗ്രഹിക്കുന്ന, പിണറായി വിജയനെ പോലെ ശക്തനായ ഒരു നേതാവിൽ നിന്ന് ഇന്നത്തെ കാലം ആഗ്രഹിക്കുന്ന ഒരു പ്രസംഗമാണ് ഇന്നലെ ശിവഗിരിയിൽ ഉണ്ടായതെന്ന് തന്നെ പറയാം, അല്ലേ സുബീഷ്? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലമാണല്ലോ ഇപ്പോൾ, 8 വർഷമാകുന്നു. ഈ 8 വർഷത്തിനിടയിൽ പിണറായി വിജയൻ നടത്തിയ ഏറ്റവും അതിഗംഭീരമായ പൊളിറ്റിക്കൽ സ്പീച്ചായിരുന്നു ഇന്നലെ ശിവഗിരിയിൽ നമ്മൾ കേട്ടത് എന്ന് നമുക്ക് ഒരു തർക്കവുമില്ലാതെ BJP അതിനെ വേറെ തരത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് ഉറപ്പാണ്. അല്ല, അതൊക്കെ BJP, അതായത് കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ അതിനുശേഷം നടന്ന CPMൻ്റെ വിലയിരുത്തൽ യോഗങ്ങളിലെല്ലാം CPM പ്രവർത്തകർ, സാധാ പ്രവർത്തകരും ലോക്കൽ നേതാക്കളും ഉയർത്തിയ ഒരു ആശങ്ക എന്ന് പറയുന്നത് നമ്മളുടെ വോട്ട് ബാങ്കുകളിലേക്ക് BJP കടന്നു കയറി, അതായത് ഹിന്ദു മതത്തിലെ ഉപജാതികളിലേക്ക് കടന്നു കയറി അവർക്ക് പല ആനുകൂല്യങ്ങളും മൈക്രോ മാനേജ്മെൻറ്റുകൾ വഴി, അതായത് ഹരിയാനയിൽ നടത്തിയതിൻ്റെ ഒരു മിനി പതിപ്പ് കേരളത്തിൽ അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത്, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ പോലുള്ള നിയോജക മണ്ഡലങ്ങളിൽ, വി മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങൽ പോലുള്ള നിയോജക മണ്ഡലങ്ങളിലെ ചില ഉപഹിന്ദു വിഭാഗങ്ങളെ സ്വാധീനം
സ്വാധീനിക്കുന്ന തരത്തിൽ അവരിലേക്ക് ഫണ്ട്, അതായത് പണം എത്തിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കഴിഞ്ഞു. ആ ഒരു എന്താ പറയുക, എന്താണ് BJP ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി CPM സംഘടനാ സംവിധാനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ. ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വേണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ്താവനയും കാണാനെന്നാണ് എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ BJPയുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. CPM സ്വാഭാവികമായും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അവർക്കും സാമുദായികമായ താല്പര്യങ്ങൾ, ഇതൊക്കെ ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത് വോട്ട് ബാങ്കിനെയാണല്ലോ. അത്തരം താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇത്തരം ചില തിരുത്തൽ പ്രക്രിയ കൂടി നടത്തേണ്ട ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ 8 വർഷമാകുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലമാണ്. ഇപ്പോൾ 8 വർഷത്തിനിടയിൽ പിണറായി വിജയൻ നടത്തിയ ഏറ്റവും ആശയഗാംഭീര്യം നിറഞ്ഞ, ഏറ്റവും ഗംഭീരമായ, അതിഗംഭീരമായ ഒരു പൊളിറ്റിക്കൽ സ്പീച്ചാണ് ഇന്നലെ ശിവഗിരിയിൽ ഉണ്ടായത്. ഇപ്പോൾ എത്രത്തോളം അപകടകരമായ ഒരു സാമൂഹ്യ അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. മഹാഭാരതത്തെ വിമർശിക്കാൻ പാടില്ലേ? ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിൻ്റെ വക്താവല്ല എന്ന് ഒരു മുഖ്യമന്ത്രിക്ക് പോലും പറയാനാകില്ലേ? ഞാൻ അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യങ്ങൾ തന്നെ ഇവിടെ ഉദാഹരണ സഹിതം എടുത്തിട്ടത്. കാരണം ശ്രീനാരായണ ഗുരു ഒരിക്കലും ജാതീയമായ വേർതിരിവുകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. സനാതനധർമ്മത്തിൻ്റെയോ ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ സനാതനധർമ്മത്തിൻ്റെ പ്രയോക്താവോ വക്താവോ ആയിരുന്നില്ല ശ്രീനാരായണ ഗുരു. എന്നിട്ടും ശ്രീനാരായണ ഗുരു അങ്ങനെ ആയിരുന്നില്ല എന്ന് ഒരു മുഖ്യമന്ത്രിക്ക് പോലും പറയാനാകുന്നില്ല എന്ന് വെച്ചാൽ VD സതീശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന്. അത് ശരിയാണ്, പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയാണ് ഇപ്പോൾ BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിക്ക് ഇത് പറയാനാകില്ലെങ്കിൽ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കെതിരെയും എന്തുമാകാമല്ലോ. മഹാഭാരതത്തെ വിമർശിക്കാൻ പാടില്ലേ? മഹാഭാരതത്തിന് എത്രയോ വ്യാഖ്യാനങ്ങൾ വന്നിരിക്കുന്നു സാഹിത്യത്തിൽ. മഹാഭാരതം ഇതിഹാസമാണ്, മഹാഭാരതം ഫിക്ഷനാണ്, മഹാഭാരതം സാഹിത്യമാണ്. മഹാഭാരതത്തെ അധികരിച്ചുകൊണ്ട് പല പതിപ്പുകളും പല വ്യാഖ്യാനങ്ങളും പല പാഠഭേദങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നാണല്ലോ രണ്ടാം മൂഴം, MTയുടെ രണ്ടാം മൂഴം. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ ഒരു ഭാഗം മാത്രം ഉദാഹരിക്കാം. അതിൽ ഈ ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ സനാതനധർമ്മം തന്നെയാണ് മഹാഭാരതത്തിൻ്റെ ബേസ് എന്ന് മലയാളത്തിൽ തന്നെ എത്രയോ പേര് എഴുതിയിട്ടുണ്ട്. MT അതിൽ ഊന്നൽ നൽകിയാണ്. ഭീമൻ്റെ വേഷനാണ്, ഭീമൻ്റെ കണ്ണിലൂടെയാണ് മഹാഭാരതത്തെ കാണുന്നത്. ഭീമൻ കാട്ടാളനാണ്, രാക്ഷസനാണ്. ഘടോത്കചനെ അർജുനൻ്റെ വേലിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഘടോത്കചനെ കുരുതി കൊടുക്കുന്ന കൃഷ്ണനെയാണ് രണ്ടാം മൂഴത്തിൽ MT അവതരിപ്പിച്ചിരിക്കുന്നത്. ദ്രോണപർവ്വത്തിലാണ് ഘടോത്കച വധം മഹാഭാരതത്തിൽ വിവരിക്കുന്നത്. അവിടെ മഹാഭാരതത്തിൽ ഇത്രയേ പറയുന്നുള്ളൂ. കർണൻ്റെ വേലേറ്റ് ഘടോത്കചൻ കൊല്ലപ്പെട്ടപ്പോൾ കാറ്റേറ്റ വൃക്ഷം പോലെ കൃഷ്ണൻ നൃത്തമാടി എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. പക്ഷേ ആ ഒരു അനീതി, ആ ഒരു ക്രൂരത, ഒരു കാട്ടാളൻ്റെ മകനെ, ഒരു രാക്ഷസൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഭീമൻ്റെ മകനെ അർജുനന് വേണ്ടി കുരുതി കൊടുക്കുന്ന കൃഷ്ണൻ്റെ ക്രൂരതയെ MTക്ക് അങ്ങനെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. MTയിലെ അച്ഛൻ ഉണരുന്നു. ഭീമൻ എന്ന അച്ഛനെയാണ്, അച്ഛനിലൂടെയാണ് MT പിന്നീട് കൃഷ്ണനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, കൃഷ്ണനെ പറയുന്നത് കൃഷ്ണനിലൂടെ. അതെ, രണ്ടാം മൂഴത്തിൽ പറയുന്നത് ഈ ക്രൂരതയെ കൃഷ്ണൻ ന്യായീകരിക്കുന്നത് ചത്തത് നന്നായി എന്നാണ്. ഭീമപുത്രനാണെങ്കിലും കാട്ടാളനാണ്, രാക്ഷസ പ്രകൃതി, യജ്ഞവിരോധി, ബ്രാഹ്മണ ശത്രുവായതുകൊണ്ട് ഘടോത്കചൻ ചത്തത് നന്നായി എന്ന് കൃഷ്ണനെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടാണ് MTയുടെ ഉള്ളിലെ ആത്മരോഷത്തെ ശമിപ്പിക്കുന്നത്. അപ്പോൾ MTക്ക് എന്താ പ്രശ്നമില്ലേ? MT മഹാഭാരതത്തെ പകർത്തി മഹാഭാരതത്തെ അപനിർമ്മിക്കുകയാണ് MT ചെയ്തത്. ഇന്നത്തെ കാലത്ത് അങ്ങനെ സുബീഷിന് തോന്നുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് MTക്ക് ഇങ്ങനെ ഒരു ലേഖനം? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കാലം വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് കേരളീയ സമൂഹത്തെ കൊണ്ടുപോയിരിക്കുന്നു എന്നാണ്. മഹാഭാരതത്തെ വിമർശിക്കാൻ പാടില്ല, മഹാഭാരതത്തെ അപനിർമ്മിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ V മുരളീധരൻ ഏത് കാലത്താണ് ജീവിക്കുന്നത്? പക്ഷേ അവരാഗ്രഹിക്കുന്ന കാലം ഇതാണ്, അവരാഗ്രഹിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥ ഇതാണ് എന്നേ സങ്കടത്തോടെ നമുക്ക് ഈ വ്യവസ്ഥയെ പറയാനാകൂ. V മുരളീധരനും K സുരേന്ദ്രനും അങ്ങനെ പറയുന്നതിൽ എനിക്ക് സങ്കടമില്ല. കാരണം അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. പക്ഷേ VD സതീശൻ, നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനുഷാദെ, മിനിറ്റുകൾക്ക് മുമ്പാണ് VD സതീശൻ്റെ പ്രതികരണം പുറത്തു വന്നത്. VD സതീശൻ പറഞ്ഞത് സനാതനധർമ്മം നമ്മുടെ സംസ്കാരമാണ്, അത് ആപത്തല്ല, അതെങ്ങനെയാണ് ചാതുർവർണ്ണത്തിൻ്റെ ഭാഗമാകുന്നത് എന്നാണ് VD സതീശൻ ചോദിച്ചു പോകുന്നത്. അപ്പോൾ VD സതീശൻ എൻ്റെ അറിവിൽ നല്ല വായനയും
ഉണ്മയാണ്. ലോകത്ത് കിട്ടാവുന്ന മികച്ച പുസ്തകങ്ങളൊക്കെ തെരഞ്ഞ് വായിക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ. ഒരു പ്രതിപക്ഷ നേതാവ് മാത്രമായിട്ടല്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിട്ടല്ല വി ഡി സതീശൻ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. ആ വി ഡി സതീശൻ പറയുന്നത് ചാതുർവർണ്ണയത്തിൻ്റെ ഭാഗമല്ല സനാതനധർമ്മം, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞ് തെറ്റായിപ്പോയി എന്നാണ്. കെ സുധാകരൻ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നു, വി ഡി സതീശൻ മുഖ്യമന്ത്രി എതിർത്തുകൊണ്ട് സംസാരിക്കുന്നു. എന്തായാലും അത്തരം വ്യാഖ്യാനങ്ങളും ചർച്ചകളും ഒക്കെ നടക്കട്ടെ. സനാതന ധർമ്മം വീണ്ടും ഉദയനിധി സ്റ്റാലിൻ്റെ അന്നത്തെ പരാമർശത്തിന് ശേഷം, ഒരു ഇടവേളയ്ക്ക് ശേഷം സനാതന ധർമ്മം വീണ്ടും സജീവ ചർച്ചയ്ക്ക് വിധേയമാകുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 100 വർഷങ്ങൾക്ക് ശേഷവും ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച വിശ്വമാനവികത എന്ന ആ ദർശനവും അദ്ദേഹത്തിൻ്റെ ആശയ പ്രപഞ്ചവും ചിന്താസരണിയും ഒരിക്കൽ കൂടി സജീവമായ സംവാദങ്ങൾക്ക് വിഷയമാകുന്നുണ്ട്. അതിലൊക്കെ അത്യധികമായ ആനന്ദവും ആഹ്ലാദവും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊരു അപകടകരമായ പോക്കാണ്. ഗുരുവിൻ്റെ വാക്യങ്ങൾ കൊണ്ട് തന്നെ ഇതിനെയെല്ലാം തോൽപ്പിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.